ഞങ്ങളുടെ ആ സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള ഏരിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു റീഡിങ് ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇത് ഒരു ടേബിൾ അല്ല, ഇത് നമ്മൾ മൾട്ടിവുഡിൽ ഒരു പീസ് അവിടെ ഡയറക്റ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓൾറെഡി നാനോ വൈറ്റ് എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന പീസിന് എന്തോരം വിഡ്ത്ത് കിട്ടുമെന്ന് നോക്കിയിട്ട് ആ വിഡ്ത്തിനനുസരിച്ചാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ നാനോ വൈറ്റ് നമുക്ക് ഒട്ടും വേസ്റ്റേജ് വരാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്ര റേറ്റ് കൊടുത്ത് നമ്മൾ എടുക്കുമ്പോൾ അത്രയും വേസ്റ്റേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നഷ്ടമല്ലേ. ഇതേപോലെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ നല്ല റേറ്റ് ആവട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം കറക്റ്റ് ഫുള്ള് ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാത്ത രീതിയിലായതുകൊണ്ട് വലിയ വൃത്തികേടില്ലാണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൾട്ടിവുഡ് കബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു മെറ്റീരിയലൊക്കെ വെച്ച് തന്നെ ചെയ്യാവുന്ന സൈസിൽ ചെയ്താലും നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ 2 ഡോറ് ഇതുപോലെ, അതായത് ഹാൻഡിൽസ് ഒന്നും ഇല്ലാതെ ഇതുപോലത്തെ ഒരു രീതിയിലാണ് അതിൻ്റെ ഡോറും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ വരുന്നതിൻ്റെ അവിടെ 2 ഡ്രോ, അപ്പുറത്ത് 2 ഡ്രോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുക്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ അത് അടിപൊളിയായിരിക്കും. പിന്നെ ഒരു ലൈറ്റ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, അല്ലാതെ ഒരുപാട് വെളിച്ചം ഇതിന് കിട്ടില്ല. അതുപോലെ നമ്മൾ ഇതിൻ്റെ ടൈല് യൂസ് ചെയ്തിരുന്നത് കജാരിയുടെ ഓർക്ക ഡിലൈറ്റ് എന്ന് പറയുന്ന 1200x200 സൈസിൽ വരുന്ന ടൈലുകളാണ്. ആ ഒരു ടൈല് നമ്മൾ ഇട്ടേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസർ വെച്ചിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എപ്പോക്സി ഫില്ലിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈലും നമ്മുടെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ടൈലും ഏകദേശം വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ മാത്രം, അത്ര ഏരിയ മാത്രം ഒരു കുഴി പോലെ കുറച്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെയർ ഇടുന്ന ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണ് ഇട്ടേണത്. അപ്പോൾ നല്ല ചെയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തേണല്ലോ, നമ്മൾ 2 സൈഡിലും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കർട്ടൻ ഇടേണ്ട ആവശ്യമുണ്ട്, കാരണം അത്യാവശ്യം വെയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് മിസ്സായി. എന്നാലും വിൻഡോസ് വയ്ക്കുന്നത് നല്ലതാണ്, കാരണം വെളിച്ചവും കാറ്റും ഒക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു വിൻഡോസിൻ്റെ ഇത് കണ്ടു ഹാൻഡിൽ ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്, സിംഗിൾ ഡോർ. അത്യാവശ്യം നല്ലൊരു സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങൾക്കൊരു സ്റ്റെയർ കേസ് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സിമ്പിളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.